ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അങ്ങനെ നമ്മുടെ നയനയും ദേവയാനിയും ഓരോരുത്തരെ ആയിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കനകദുർഗനെയും ഗോവിന്ദനെ ഇനി പറ്റിക്കാൻ പറ്റത്തില്ല. കനകദുർഗയും ഗോവിന്ദനും സത്യങ്ങളൊക്കെ അറിഞ്ഞു. ഏതായാലും കനകദുർഗ ഗോവിന്ദനും സത്യം അറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ജലജയും ജാനകിയും അതുപോലെ തന്നെ അനാമികയും ഒക്കെ അറിഞ്ഞാലാണല്ലോ കൂടുതൽ പ്രശ്നം ഗുരുതരമാകുന്നത്. ഏതായാലും നാളത്തെ എപ്പിസോഡില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കണ്ടില്ല എന്നൊരു മറ്റൊരു നമ്മുടെ അനാമിക വരുന്നുണ്ട്. അതും വേറെ ഒരു സീനിലുമല്ല, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണ്. നമ്മുടെ നവ്യയുടെ ആ ഒരു ചടങ്ങ്, 7ാം മാസത്തിലെ ചടങ്ങ് വരാറായി. അപ്പോഴേക്കും നമ്മുടെ നയന പറയാണ്, നയനയല്ല ദേവയാനി പറയാണ്, നമുക്ക് എന്നാ പിന്നെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകാം, നമുക്ക് അവൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പൊ നമുക്ക് അവളെയും കൂട്ടി പോകാം. അല്ല സോറി, അവളെ കൂട്ടി പോകാൻ പറ്റത്തില്ലല്ലോ അല്ലെ. അവളെയും കൂട്ടി പോകാന്നല്ല, അവളെയും കൂട്ടി നയന പോയി എടുക്കാനാണ് ദേവയാനി ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നവ്യക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നവ്യ പ്രസവിക്കാറൊക്കെ ആയി 7ാം മാസമൊക്കെ എത്തിയെങ്കിലും ഒരു സന്തോഷവും ഇല്ലാത്തൊരു ജീവിതമാണല്ലോ നവ്യക്കുള്ളത്. അപ്പൊ നവ്യനെ വിളിക്കാനായിട്ട് നയന അങ്ങ് ചെല്ലാണ്. നയന പറഞ്ഞു, ബാ ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പോ, ഹേയ് വേണ്ട നയനെ, ഞാൻ വരുന്നില്ല. 7ാം മാസത്തിന്റെ ചടങ്ങ്, അതിനെന്ത് പ്രസക്തിയായിരിക്കുന്നത്? സത്യമായിട്ടും 7ാം മാസത്തിലെ ചടങ്ങ് കൊണ്ട് ഞാനും ഒന്നും സത്യം പറഞ്ഞ് ഉദ്ദേശിക്കുന്നില്ല. സത്യത്തില് ഈ ഒരു ചടങ്ങുകളൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും പെൺകുട്ടികള് സന്തോഷിക്കും. ഒരുപാട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ് വളകാപ്പൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ 7ാം മാസത്തിലെ ചടങ്ങൊക്കെ ഭയങ്കര സന്തോഷിക്കുന്ന നിമിഷമാണ്. പക്ഷെ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. കാരണം അറിയാലോ, എൻ്റെ ഭർത്താവ് എന്നെ അതുപോലെയാണല്ലോ കാണുന്നത്. ഞാൻ പ്രസവിക്കാറായിട്ട് പോലും ഈ വയറ്റിൽ കിടക്കുന്ന അവന്റെ കുഞ്ഞാണെന്നുള്ള ചിന്ത പോലും അവനില്ല. പിന്നെ എന്തിനാണ് വെറുതെ ഞാന് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യുക, നിനക്ക് നിർബന്ധമാണെങ്കിൽ നയനെ നീ പോയി ഒരെണ്ണം എടുത്തോ, അല്ലെങ്കിൽ നീ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഒരെണ്ണം എടുത്തോണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ദേവയാനീനെയും കൂട്ടിക്കൊണ്ട് പോകാം എന്ന് തന്നെ നയന വിചാരിക്കുകയാണ്. അപ്പൊ നയന പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ് അവളല്ലേ ചേച്ചി പറയുന്നത്, എന്ത് ചെയ്യാനാ, ചേച്ചിയുടെ ജീവിതം ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞ എനിക്കിപ്പോ സങ്കടം. എന്റെ ജീവിതം സേഫായി, എനിക്കിനിയിപ്പം പേടിക്കാനൊന്നുമില്ല. എനിക്ക് സ്നേഹനിധിയായ ഒരു അമ്മായിയമ്മയെ കിട്ടി, ഭർത്താവിനെ കിട്ടി, മുത്തശ്ശീനെ, അപ്പൊ എല്ലാവരെയും കിട്ടി. പക്ഷേ എൻ്റെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ സമയത്ത് സന്തോഷിക്കേണ്ട സമയമല്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ദേവയാനി പറയുന്നുണ്ട്, അഭിയുടെ സ്വഭാവം അങ്ങനെ ആയി പോയി. അവനെ സത്യം പറഞ്ഞ അങ്ങനെ ആക്കിയെടുത്തത് ആ ജലജയ. അവളാണ് സത്യത്തില് അവൻ ഈ ഒരു തരത്തിൽ വഴി തെറ്റിച്ച് കളഞ്ഞത്. നമുക്ക് നോക്കാം, അവൻ എവിടെ വരെ പോകുന്നു നോക്കാം. ഏതായാലും നമ്മളെല്ലാം നബിയുടെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അബി ഏതായാലും ഇനി വേറൊരു പെണ്ണിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരാനൊന്നും പോകുന്നില്ല, അതിനാരും സമ്മതിക്കില്ല. അങ്ങനെ അവൻ പോയി വിവാഹം കഴിക്കത്തുമില്ല. കാരണം അവന് പേടിയുണ്ട്. അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വത്തിൻ്റെ വകയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ വിവാഹം കഴിക്കുന്നൊന്നും പേടിക്കണ്ട. എങ്ങനെയും നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം മോളെ, നീ ഇത് ചേച്ചിനെ പറഞ്ഞ് സമാധാനപ്പെടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിയും വേണുവും അനാമികയും കൂടി, നമ്മുടെ വേണു അല്ല അനാമിക പറയുകയാണ്, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞ ഇപ്പൊ സ്വസ്ഥതയും സമാധാനത്തോടു കൂടി ഒന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല അച്ചാമ്മേ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി കുറച്ച് ഫുഡൊക്കെ കഴിച്ച ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് വരാന്ന് പറയുമ്പോൾ, എനിക്കും ഒരു സാരി വേണം മോളെ, എനിക്കൊരു സാരി എടുക്കണം, ഒത്തിരി നാളായി സാരി എടുത്തിട്ട്. ഏതായാലും നീ അനിയുടെ അടുത്തുനിന്ന് പൈസ എടുത്തോണ്ട് വന്നെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സാരിയൊക്കെ മേടിച്ച് പുറത്തുനിന്ന് നല്ല ഫുഡൊക്കെ കഴിക്കണം. അച്ഛനും അമ്മയും പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് ഒത്തിരിയായി, ഞാൻ ഈ വീട്ടിൽ കിടന്ന് പണിത് മടുത്ത്. ഏതായാലും മോള് വന്നല്ലേ, നമുക്കിതങ്ങ് അടിച്ചു പൊളിക്കാം എന്നും പറഞ്ഞ് ഇവര് നേരെ റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവയാനിക്ക് നയനിക്ക് ഒരുമിച്ചിറങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരുമിച്ചിറങ്ങി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ നമ്മുടെ നയന ആദ്യം പോവാണ്. അപ്പൊ നയന പോയതിന്റെ പുറകെ ദേവയാനി പോകാന്ന് ഓർത്താണ്. അപ്പൊ നയന ആദ്യം പോവുകയാണ്. നയന പോയതിന്റെ പുറകെ എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് കൂട്ടുകാരിനെ ആൻമരിയുടെ അമ്മയുണ്ടല്ലോ, അപ്പം അവളെ ഒന്ന് കാണാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷെ നമ്മുടെ ജലജയ്ക്ക് ചെറിയൊരു സംശയം അടിക്കാട്ടോ, ഒരു ചെറിയ ഡൗട്ട് വരികയാണ്. വേറെ ഒന്നിനുമല്ല ഒരു ഡൗട്ട്. ഇവര് തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ രണ്ടായിട്ടാണെങ്കിലും പോകുന്നുണ്ടല്ലോ. സത്യത്തിൽ ചോറ് തിന്നുന്ന ആർക്കാണെങ്കിലും ചെറിയ സംശയം തോന്നും, അത് വേറെ കാര്യം. അതുപോലെ ജലജയ്ക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും മുമ്പിലും പുറകിലുമായിട്ടാണ് പോകുന്നത്.
കഴിഞ്ഞ ദിവസം ഓടാൻ പോയതും മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ടാണ്. ഈ ജാനകി, നമ്മൾ അറിയാതെ ഇവിടെ എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടോ എന്നിങ്ങനെ ജലജ ചോദിച്ചപ്പോ ജാനു പറഞ്ഞു, എന്ത് കള്ളക്കളി നടക്കാനാ? അല്ല, ഇനിയിപ്പോ ഏടത്തി അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല. അവള് ചിലപ്പോ ഏടത്തിനെ ഇനി വശീകരിച്ചെടുത്തോ. അവൾക്കൊരു കഴിവുണ്ടേ, എല്ലാവരെയും വശീകരിച്ചെടുക്കാനുള്ള കഴിവ്. അങ്ങനെ ഏടത്തിനെ വശീകരിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജാനകി പറയാണ്. അങ്ങനെ ആകെപ്പാടെ ഡൗട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇതേ സമയം ആട്ടെ നമ്മുടെ അഭിയാണെങ്കിൽ മറ്റേ മുള്ളുമേല നിൽക്കുന്നത്. അപ്പൊ അബീനെ മറ്റേ പെണ്ണ് വിളിക്കാണ്. ഒരു അവിഹിതം, അതായത് ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പെണ്ണ് വിളിച്ചായിരുന്നല്ലോ. അപ്പൊ ആ പെണ്ണ് വിളിക്കാണ്. എന്നിട്ട് പറയാണ്, ഏതായാലും ഇനി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ, അങ്ങനെ ഞാൻ ആരെ ചൂണ്ടിക്കാണിക്കും? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാൾ വേണം. അതുകൊണ്ട് അഭി, ഞാന് നിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് തെളിയിക്കണം ആരാണെന്ന്. എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അയ്യോ നീ എന്താ ഈ പറയുന്നത്? വേണ്ട, അനന്തപുരി തറവാട്ടിലേക്കൊന്നും നീ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യുക, വാടകയ്ക്ക് എവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കുക. അങ്ങനെ ഞാൻ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചാലും ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്റെ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അത് പിന്നെ പുറത്താണോ എന്നും മറ്റും പറഞ്ഞാൽ മതി. നിനക്ക് പല സൊല്യൂഷൻ ആണല്ലോ, പുറത്ത്, അവിടെ, ഇവിടെ. പണ്ടും നീ ഇങ്ങനെ പല സൊല്യൂഷനും കൊണ്ടാണല്ലോ എന്നെ പറ്റിച്ചത്. ഏതായാലും ഇനി ആ പറ്റിയിട്ട് നടക്കാൻ പോകുന്നില്ല മോനെ. എന്റെ കൊച്ചിന്റെ അച്ഛനെ എനിക്ക് കാണിച്ചു കൊടുക്കണം. ആര് ചോദിച്ചാലും കാണിച്ചു കൊടുക്കണം. എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. എനിക്ക് ഒരു ഭർത്താവ് ഉണ്ട്, അല്ലാതെ അച്ഛനില്ലാത്ത കൊച്ചല്ല എന്റെന്ന് എനിക്ക് പ്രൂഫ് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇത് വല്ലാത്തൊരവസ്ഥയിലാട്ടോ നമ്മുടെ അഭി നിൽക്കുന്നത്. സത്യത്തിൽ അഭിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി പോകും. നവ്യ ഇവിടെ ഒരു പ്രസവത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്റെ ഭർത്താവിന് വേറെ അവിധത്തിൽ ഒരു കുഞ്ഞുണ്ടായി ഇതിനു മുമ്പെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ ഒരു അവസ്ഥ ഓർത്തു അങ്ങനെ. ഏതായാലും ആ പെണ്ണ് ചെറിയ രീതിയിൽ ട്രാപ്പിലൊക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേട്ടോ നമ്മുടെ അഭിനെ. അതൊക്കെ ഞാൻ നമ്മുടെ മറ്റേ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് അത് മനസ്സിലാവത്തുള്ളൂ. സത്യത്തിൽ ആ കുട്ടി നമ്മുടെ അഭിയുടെ കുട്ടിയല്ല. ആ കുട്ടി നമ്മുടെ ആ പെൺകുട്ടി ഒരു ഫ്രോഡ് തന്നെയാണ്. ആ പെൺകുട്ടി പറയുന്നത് അഭിയുടെ കുഞ്ഞാണെന്നാണ്. അത് വെറുതെയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ അഭി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവര് തമ്മിലപ്പം. എങ്ങനെയെങ്കിലും ഒരു കൊച്ചിനെ ഒരു അച്ഛൻ വേണമല്ലോ. അപ്പം പിന്നെ അഭിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാമല്ലോ. ആര് പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യും. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലും വിശ്വസിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ പെണ്ണ് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് വരുന്നത്. അത് ചെറിയ ഡ്രാമയാണ്. നമ്മുടെ നയനെയൊക്കെ പൊളിച്ചടക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് ശേഷം നമ്മുടെ നവ്യക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് ചെന്നപ്പോഴത്തേക്കുമാണ് അവിടെ കറക്റ്റ് അനാമികയും അപ്പനും അമ്മയും ഒക്കെ വരുന്നത്. അനാമികയുടെ അപ്പനും അമ്മയും. ഏതായാലും ഇത് നമ്മുടെ നയനെ കാണുന്നില്ല. ഇവര് ഡ്രസ്സ് എടുക്കുന്നു, അത് നല്ലതാ ഇത് നല്ലതാ, മോക്ക് ഇഷ്ടമുള്ളത് എടുത്തു, അവർക്ക് നല്ല ഡ്രസ്സ് തന്നെ നോക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു മിന്നായം പോലെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നയനെ കാണുകയാണ്. പെട്ടെന്ന് ദേവയാനിനെ പിടിച്ചൊരു മാറ്റി. അമ്മയെ മാറുതേ, അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അനാമികയുടെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനി ആ സ്പോട്ടിൽ മാറി കേട്ടോ. ആ സ്പോട്ടിൽ മാറി പെട്ടെന്ന് നോക്കുകയും ഒരുമിച്ചായിരുന്നു. നയനെ കാണുകയും ഒരുമിച്ചായിരുന്നു. അപ്പൊ നയനെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അനാമിക വന്നിട്ടോ, ഓഹോ, എവിടെ ചെന്നാലും നീയേ ഉള്ളോ? അവിടെയൊക്കെ നിന്റെ തിരുമോന്ത കണ്ട് മടുത്തിട്ടാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയത്. അപ്പൊ ദേ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? നിനക്കൊന്നും വേറെ പണിയില്ലേ? ഓഫീസിലേക്കാന്ന് പറഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടാണോ നീ ഇറങ്ങാൻ വരുന്നത്? അതോ നിന്റെ കെട്ടിയവനും കൂടെ ഉണ്ടോ? അതോ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ നിന്റെ കൂടെ? പറയാൻ പറ്റത്തില്ല. ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിയിട്ട് വേറെ ആരുടെയും കൂടെ കറങ്ങാനൊക്കെ വന്നതായിരിക്കും. പൈസയാണല്ലോ ഇപ്പൊ നിന്റെ കയ്യിൽ എമ്പിടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേ അനാവശ്യമായിട്ട് അനാമികെ എന്നെ ഒന്നും പറയരുത്. ഞാൻ വന്നത് നവ്യേച്ചിക്ക് സാരി എടുക്കാനാ. നവ്യേച്ചിയുടെ 7ാം മാസത്തെ ചടങ്ങിന്റെ സാരി. എന്ത് 7ാം മാസ ചടങ്ങ്? 7ാം മാസ ചടങ്ങ് പോലും. ഈ 7ാം മാസ ചടങ്ങൊക്കെ എന്തിനാടി വെക്കുന്നത്? ആ കുട്ടീനെ അതിന്റെ അച്ഛന് സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വലിഞ്ഞു കയറിപ്പോയി അവിടെ നിന്ന് 7ാം മാസത്തിലെ ചടങ്ങൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ പറഞ്ഞു, അനാമികയുടെ കാര്യം നോക്ക്. അനാമികയുടെ അച്ഛനോടും അമ്മയോടും ഞാനൊരു കാര്യം പറയാം. മകളെ സൂക്ഷിച്ചോ, മകളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചോ. ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വന്ന ഗതി മകൾക്കും കൂടെ വരും എന്നിങ്ങനെ പറയാം. അതായത് നന്ദുവിനെ വിട്ട് തല്ലിക്കുന്നാട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അനാമിക. അപ്പോഴത്തേക്കും വേണു പറഞ്ഞു, മോളെ വേണ്ട പതുക്കെ വലിയുന്നതാ നല്ലതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വലിച്ചോണ്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ അറിയാം ഇനിയിപ്പോ അടുത്തത് നമ്മുടെ അനാമികയ്ക്കിട്ടായിരിക്കും നന്ദു കൊടുക്കുന്നതെന്ന്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ നന്ദുവിനെ കുത്തി സംസാരിക്കുന്നുണ്ട്. നിന്റെ അനിയത്തിക്ക് ചിക്കൻ ബോക്സ് വന്നില്ലേടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിക്കുന്നുണ്ട്. എന്തോ തലനാരിരയ്ക്ക് രക്ഷപ്പെട്ടു നമ്മുടെ ദേവയാനി നയനിയും എന്ന് വേണമെങ്കിൽ പറയാട്ടോ.
അപ്പം ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ എല്ലാവരും. നാളെ രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. രേവതിയുടെ സച്ചിയുടെയും കഥ നമ്മൾ നാളെ രാവിലെ 6:53 ഇടുന്നതായിരിക്കും. പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിൽ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഇടുന്നുണ്ട്. പിന്നെ റിയൽ സ്റ്റോറി എന്ന വേറൊരു ചാനലിൽ നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. ഇനി മുതൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷവും ഇടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാമേ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.